Hi friends, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉരുളക്കിഴങ്ങ് 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാലക്കാണ് ട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ആലു പാലക്കാണ്. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണിയാണിത്. കുക്കർ എടുത്തേച്ചും കുക്കറിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിൽ അടുപ്പിക്കുക. ഒരു വിസിലടുപ്പിച്ച് എയർ അതിൽ തന്നെ ഇരുന്ന് പോകുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പീസൊക്കെ ഞാനിതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് ഫുഡ് റെസിപ്പീസാണ്. പിന്നെ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നമുക്കിനി വർത്താനം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഞാൻ കുക്കർ അടച്ചു വെച്ചു. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് രാവിലെ തന്നെ ആയിട്ട് എടുക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോനും ഇതുപോലെ വന്നിരിക്കുന്നുണ്ട്. അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഇരുത്തിയിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഭംഗിയായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്താലാണ് എനിക്ക് നല്ല വീഡിയോസ് ഇടാനുള്ളൊരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വച്ചായിരുന്നതാണ് നേരത്തെ. പാലക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് പരിപ്പൊക്കെ വയ്ക്കുമ്പോൾ പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ കത്തിയൊക്കെ പിടിച്ച് വലിക്കുകയും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. ഇത്തിരിയൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു സബോള എടുത്തു, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളെടുത്ത് വെച്ച സബോള, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇച്ചിരി ലേറ്റായി പോയി ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോണിൻ്റെ മെമ്മറിയൊക്കെ ഫുള്ളായി ഫോണിനകത്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഫോൺ മെമ്മറിയൊക്കെ പതുക്കെ ഫയൽ മാനേജറൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് കുറച്ച് വോയിസ് മെസ്സേജുകളൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ എടുത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നു. പിന്നെ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തത് 1/2 ടീസ്പൂണിൻ്റെ ഇതാട്ടോ, ചെറിയ ടീസ്പൂണാണ്. അതിൽ ഞാൻ ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളയാൻ ഈസി ആയിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. പാലക്ക് അടിയിലിട്ടത് പാലക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇനി ഇതിലേക്ക് വെജിറ്റബിൾ മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഞാനതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ലാസ്റ്റ് മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയുടെ ആ ഫ്ലേവറും കൂടി അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് മല്ലിയില ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാട്ടോ. അപ്പോൾ കറി കാണാനൊരു ഭംഗിയുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബായ്.